നിങ്ങൾ അവിടുത്തെ മുഖം കാണിക്കാതെ ഈ ഭൂമി ലോകത്ത് നിന്നും മറക്കല്ലേ നബിയേ. ഇവിടെ സഹായിച്ച എല്ലാ മുഅ്മിനാത്തുകൾക്കും അതിന്റെ തൗഫീഖ് കൊടുക്കണേ റസൂലല്ലാഹ്. ഞങ്ങളെ വാക്കിലോ ഞങ്ങളെ പ്രവൃത്തിയിലോ ഞങ്ങളെ സദസ്സിലോ മജ്‌ലിസിലോ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് മാപ്പാക്കണേ നബിയേ. ഞങ്ങൾക്ക് പൊറുക്കണേ യാ റസൂലല്ലാഹ്. നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഇത് വലിയ മുതൽക്കൂട്ടായി അവിടുത്തെ ചാരത്ത് വന്നണയാറുള്ള മഹാഭാഗ്യമായി അതിനൊതുങ്ങുന്ന സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്നും ഇതൊക്കെ സ്വീകരിക്കണേ നബിയേ. അവിടുന്ന് ആട്ടി ഓടിക്കുന്ന വിഭാഗത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ റസൂലല്ലാഹ്. അവിടുന്ന് ആരെ ധിക്കരിച്ചാൽ ആരവിടുന്ന് വേണ്ടാത്തരം പറഞ്ഞാൽ അതൊന്നും ഞങ്ങളെ ചെവി കൊണ്ട് കേൾപ്പിക്കല്ലേ നബിയേ. അവിടുത്തോട് അതിനൊറ്റ മഹബ്ബത്ത് വെക്കാൻ അവിടുത്തെ അവിടുത്തെ ചെരുപ്പെടുത്ത് നീരിന്റെ ഖിദ്മത്ത് ചെയ്തവരാണെങ്കിൽ അവിടുത്തേക്ക് അതുപോലെ ചെയ്യാൻ ഞങ്ങൾ യോഗ്യരല്ല നബിയേ. സാധുക്കളായ ഞങ്ങൾ ഈ പങ്കെടുക്കുന്ന മജ്‌ലിസിലൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നന്നാക്കണേ നബിയേ. അവിടുത്തെ നോട്ടമുള്ള മജ്‌ലിസുകൾ ഞങ്ങൾക്ക് നൽകണേ നബിയേ. അവിടുന്ന് ഇഷ്ടപ്പെടാത്ത ഒരു മജ്‌ലിസും ഞങ്ങൾക്ക് നൽകല്ലേ നബിയേ. അവിടുന്ന് നേരിട്ട് വന്ന് ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രൂപത്തിലുള്ള മജ്‌ലിസുകൾ ഞങ്ങൾക്ക് എമ്പാടും നൽകണേ യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. സഹോദരങ്ങളെ, ഈ വിളി കേവലം സഹായത്തേട്ടം എന്ന ആ അർത്ഥത്തിൽപ്പെട്ടതല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോട് എണ്ണി എണ്ണി ചോദിക്കുകയാണ്. ഈ രൂപത്തിലുള്ള ചോദ്യത്തിന് തന്നെയാണ് യഥാർത്ഥത്തിൽ ദുആ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാൽ അത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കലായി. ഇതേ ചോദ്യം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചാൽ, ഔലിയാക്കന്മാരോട് ചോദിച്ചാൽ അവരോട് പ്രാർത്ഥിക്കലായി. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അത് തൗഹീദും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചാൽ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കുമാണ്. കാരണം പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പാടൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ നൽകാവൂ എന്നാണ് വളരെ വ്യക്തമായി അല്ലാഹു പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിന് വിപരീതമായി കൊണ്ട് ഈ സമൂഹത്തെ ഇതുപോലെയുള്ള ബർക്കത്തിന്റെ പേരിൽ, കറാമത്തിന്റെ പേര് പറഞ്ഞ് ഇതുപോലെയുള്ള സദസ്സുകൾ സംഘടിപ്പിച്ച് ജനങ്ങളുടെ കൈകളിൽ നിന്ന് ലക്ഷം തട്ടുന്ന ഈ പുരോഹിതന്മാരോട്, മുസ്ലിയാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പാവപ്പെട്ട സമുദായത്തെ നിങ്ങൾ ചൂഷണം ചെയ്തോളൂ, ജീവിച്ചോളൂ, പക്ഷേ അവരുടെ ഈമാൻ നിങ്ങൾ പോക്കറ്റടിക്കരുത്. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അശ്റിന്റെ മൈതാനിയിൽ വരുന്ന സന്ദർഭത്തിൽ ഇന്നഹു മയ്യുശ്രികു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആര് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ശിർക്ക് വെക്കുന്നുവോ അവന് സ്വർഗ്ഗം നാം ഹറാമാക്കുന്നതാണ്, അവന്റെ സങ്കേതം നരകമാണ്. വമാലിൽ ളാലിമീന മിൻ അൻസാർ, അവന് സഹായിയായി ഒരാളെയും അവിടെ ലഭിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ് പഠിപ്പിച്ച ആശയങ്ങൾ ജനസമൂഹത്തിൽ 23 കൊല്ലം കൊണ്ട് പൂർത്തീകരിച്ചു തന്ന അല്ലാഹുവിന്റെ റസൂലിനോട് ഈ സഖാഫികൾ അലറി വിളിക്കുന്നത്, ഈ പുരോഹിതന്മാര് വിളിച്ചു പറയുന്നത് അല്ലാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചതെന്താ? ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന ഈ മഹാന്മാര് കേൾക്കുന്നതല്ല, അവരതിന് ഉത്തരം നൽകുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഖുർആനിൽ സൂറത്ത് ഫാത്തിറിൽ 13-14 ആയത്തുകളിലൂടെ പറയുന്നു, ദാലികുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നത് എടുത്തു പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ പറയാണ്, ദാലികുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. ലഹുൽ മുൽക്ക്, അവനാകുന്നു രാജാധികാരമുള്ളത്. എന്നിട്ടല്ല പറയുന്നു, വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖുത്മീർ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. ഈത്തപ്പഴത്തിന്റെ ഉള്ളിലുള്ള കുരു, ആ കുരുവിന്റെ മുകളിലുണ്ടാവും വളരെ കട്ടി കുറഞ്ഞ ഒരു പാട, ആ പാടയുടെ അത്ര പോലും ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മനസ്സിലാകാൻ വേണ്ടി സാധാരണക്കാർക്ക് ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണം, 10 പൈസക്ക് വകല്ലാത്തവനോട് ഒരു 10,000 ഉറുപ്പിക ചോദിച്ചെങ്കിലും തിരിച്ചുകൊണ്ടോ എന്ന് പറയണ പോലെയാണ് അള്ളാഹുവിന് പുറമെയുള്ളവരോട് ദുആ ചെയ്യുന്നവരുടെ അവസ്ഥ, വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ അവസ്ഥ.
എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇൻ തദ്ഊഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുന്നതല്ല. വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ തന്നെ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ ഖുർആനിലെ ആയത്തുകൾ തിരുത്തിയാലും ദുർവ്യാഖ്യാനം ചെയ്താലും അത് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് തന്നെ പാടുപെട്ടാലും മസ്തജാബു ലക്കും, അല്ലാഹു അവർ നിങ്ങൾക്ക് ഉത്തരം നൽകൂല. അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതല്ല. മാത്രമല്ല, ഈ ചെയ്യുന്ന പ്രവർത്തനം ശിർക്കാണെന്നും ഈ ശിർക്ക് നാളെ പരലോകത്ത് അവിടെ അമ്പിയാക്കന്മാർ നിഷേധിക്കുമെന്നും പറയുന്നു. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ ഖിയാമത്ത് നാളിൽ ആര് എതിർക്കുന്നതാണ്, ആര് നിഷേധിക്കുന്നതാണ്? അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ പറയും, നാഥാ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, ഞങ്ങളോട് സങ്കടം തേടിക്കൊണ്ട് കരഞ്ഞു പറയാൻ, ഞങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ചോദിച്ചോളൂ, ഞങ്ങൾക്കല്ല നൽകിയിട്ടുള്ള മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് ഞങ്ങൾ നൽകാം എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയും, വഹീദ്ദീൻ ഷെയ്ഖ് പറയും, അതുപോലെ ബദരീങ്ങൾ പറയും, ഉഹുദീങ്ങൾ പറയും. എവിടെയൊക്കെ സ്വാലിഹീങ്ങളായി മറപെടപ്പെട്ട് കിടക്കുന്ന ഔലിയാക്കളുണ്ടോ അവരൊക്കെ നാളെ പരലോകത്ത് പറയുമെന്നത് ആരാ നമുക്ക് പറഞ്ഞു തരുന്നത്? ജ്ഞാനജ്ഞാനിയായ പടച്ച നമ്പുരാൻ പറയുകയാണ്, വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഈ കാര്യം സൂക്ഷ്മജ്ഞാനിയായ പടച്ച റബ്ബല്ലാതെ പറഞ്ഞു തരാൻ നിങ്ങൾക്കൊരാളുമില്ല. ഇത് അറിയിച്ചു തരുന്നവൻ അള്ളയാണ് നാളെ പരലോകത്തെ സ്ഥിതി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രൂപത്തിൽ കൃത്യമായി അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമാക്കിയ ഈ യാഥാർത്ഥ്യത്തെ നിഷേധിച്ചുകൊണ്ട് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് നാം കണ്ടു. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നാം